നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ റിഡോക്സ് പ്രവർത്തനങ്ങളും രാസപ്രവർത്തന വേഗവും എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷനുകൾ കുറച്ച് പരിചയപ്പെട്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചെഴുതാമെന്നുള്ളതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ പലതരം കെമിക്കൽ ബോണ്ടിങ് പഠിച്ചിട്ടുണ്ടല്ലേ. അയണിക് ബോണ്ടിങ്, കോവാലന്റ് ബോണ്ടിങ്, അങ്ങനെ പലതരം ബോണ്ടിങ്ങുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അയണിക് ബോണ്ടിങ് വരുമ്പോൾ അവിടെ ഇലക്ട്രോണിൻ്റെ ലോസിങ്ങും ഗെയിനിങ്ങും ആണ് നടക്കുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. കോവാലന്റ് ബോണ്ടിങ് വരുമ്പോഴോ ഇലക്ട്രോണുകളെ രണ്ട് ആറ്റങ്ങൾ തങ്ങളിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവയുടെ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണുകളെ തങ്ങളിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഇലക്ട്രോണുകൾ, ഈ ഷെയർ ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിലേക്കായിരിക്കും കൂടുതൽ അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയെങ്കിൽ നോക്കുക, ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ അയണിക് ബോണ്ടിങ് വഴി ഉണ്ടായ ഒരു കോമ്പൗണ്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അയണിക് ബോണ്ടിങ് വഴി ഇലക്ട്രോണിനെ കൊടുക്കുകയോ വാങ്ങുകയോ ആണ് ചെയ്യുന്നത് അല്ലേ. ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് കോമ്പൗണ്ട് ഉണ്ടായതിന് ശേഷം നമ്മൾ ആ ആറ്റങ്ങളെ അയോണുകളെന്ന് വിളിക്കും. കാരണം അവിടെ ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ആറ്റത്തിന് ചാർജ് ലഭിക്കുന്നുണ്ട്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തതിന് ശേഷം ആറ്റത്തിന് ചാർജുകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നീട് ആ ആറ്റത്തിന്, അതൊരു കോമ്പൗണ്ട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ആ ആറ്റത്തിന് നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? അയോൺ എന്നാണ് വിളിക്കുന്നത്. കാരണം അത് ചാർജുള്ള കണങ്ങളായി മാറി. ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ രൂപീകരണത്തിൽ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് അവിടെ കോവാലന്റ് ബോണ്ടിങ്ങിൻ്റെ ഫലമായിട്ടാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നത്. ഒരു സഹസംയോജക സംയുക്തത്തിൽ എല്ലായ്പ്പോഴും ഇലക്ട്രോണുകൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിലേക്ക് സ്ഥാനമാറ്റം ചെയ്യപ്പെടുകയാണെന്ന് സങ്കല്പിച്ചാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തുന്നത്. അപ്പോൾ ഷെയർ ചെയ്യപ്പെട്ട ഇലക്ട്രോണുകളെ ആർക്കാണ് ലഭിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിന് കിട്ടുന്നതായിട്ട് സങ്കല്പിച്ചാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എഴുതുന്നത്. മൂലക തന്മാത്രകളിൽ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവെക്കുന്നതിനാൽ മൂലകാവസ്ഥയിൽ ഓക്സിഡേഷൻ നമ്പർ 0 പരിഗണിക്കുന്നു. ഉദാഹരണത്തിന് H2, അതായത് ഒരേ എലമെൻറ്റുകൾ ചേർന്നിട്ടുള്ള മോളിക്യൂളുകളിലാണെന്നുണ്ടെങ്കിൽ 2 ഹൈഡ്രജനും ഒരുപോലെ തന്നെ ആ ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. രണ്ടിനും ആ ഇലക്ട്രോണുകളുടെ മേൽ ഒരുപോലെ തന്നെ കൺട്രോൾ ഉണ്ടാവും. ആ കേസുകളിൽ ഓക്സിഡേഷൻ നമ്പർ 0 നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു തന്മാത്രയിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ ആകെത്തുക 0. അതെങ്ങനെയാണ് 0 ആകുന്നത് എന്ന് നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ രൂപീകരണം തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് നോക്കാം. ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ രൂപീകരണത്തിൽ ക്ലോറിൻ ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് ഒരു നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി ഒരു പോസിറ്റീവ് ചാർജും നേടിയതായി സങ്കല്പിച്ചിരിക്കുന്നു. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 എന്നും ക്ലോറിൻ്റേത് -1 എന്നും പരിഗണിക്കുക. ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ ഫോർമേഷൻ നമുക്കറിയാം. അത് കോവാലന്റ് ബോണ്ട് വഴിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ അല്ല ചെയ്യുന്നത്, അത് ഷെയറിംഗ് ആണല്ലേ. പക്ഷേ ക്ലോറിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്വഭാവം കൂടുതലായതുകൊണ്ട് ആ ഇലക്ട്രോണിനെ, ഷെയർ ചെയ്ത ഇലക്ട്രോണിനെ ക്ലോറിൻ്റെ അടുത്തേക്ക് ക്ലോറിൻ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത് സാധാരണ. പക്ഷേ നമ്മളിവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതേണ്ടത് കൊണ്ട് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി ഒരു പോസിറ്റീവ് ചാർജ് ഹൈഡ്രജൻ നേടുന്നതായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതായത് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. കാരണം ഓക്സിഡേഷൻ നമ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നഷ്ടപ്പെടുത്തുന്നോ സ്വീകരിക്കുന്നോ ഒന്നുമില്ല, ഷെയറിങ് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന തന്മാത്രയിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1ഉം ക്ലോറിൻ്റെത് -1ഉം ആണ്. ഇവ രണ്ടും കൂടെ കൂട്ടുമ്പോൾ, അതായത് +1 + -1 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 ആണ്. ഒരു തന്മാത്രയിലെ ഘടകമൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ ആകെത്തുക 0 എന്ന് പറയാം.
ഇവിടെ നോക്കുക, H2വിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. H2 എന്ന് പറയുന്നത് മൂലക തന്മാത്രയാണ്. അവിടെ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവയ്ക്കുന്നു. H2 തന്നെയല്ലേ രണ്ടും ഹൈഡ്രജൻ ആറ്റങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒന്നിന് മറ്റൊന്നിനെക്കാട്ടിലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ഇലക്ട്രോണുകളെ തുല്യമായി തന്നെ പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് മൂലക തന്മാത്രയിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അതുപോലെ തന്നെയാണ് Cl2. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? Cl2വും ഒരു മൂലക തന്മാത്രയാണ്. അവിടെയും ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവെക്കുന്നത് കൊണ്ട് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പറും 0 തന്നെയാണ്. എങ്കിൽ ഓക്സിഡേഷൻ നമ്പർ ചേർത്ത് സമവാക്യം മാറ്റി എഴുതി നോക്കാം. H2 അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, അത് മുകളിൽ എഴുതി കൊടുക്കുക. പ്ലസ് Cl2 അതിൻ്റെ ഓക്സിഡേഷൻ നമ്പറും 0 മുകളിൽ എഴുതി കൊടുക്കുക. ഗിവ്സ് 2HCl. ഹൈഡ്രജൻ്റെത് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റും ക്ലോറിൻ്റെത് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ്. ഓക്കെ, ഈ പ്രവർത്തനത്തിൽ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണോ കുറയുകയാണോ ചെയ്തത്? +1 ആയിട്ട് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കൂടി +1 ആയി. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആയിട്ട് കുറഞ്ഞു, കാരണം ഇലക്ട്രോണിനെ സ്വീകരിച്ചു. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനം ഓക്സീകരണവും ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനം നിരോക്സീകരണവുമാണ്. ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രവർത്തനത്തെ ഓക്സീകരണമെന്നും അഥവാ ഓക്സിഡേഷൻ എന്നും, ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനത്തെ നിരോക്സീകരണം അഥവാ റിഡക്ഷൻ എന്നുമാണ് പറയുന്നത്. ഇവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം റിഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് റിഡക്ഷൻ. നമുക്ക് തന്നിരിക്കുന്ന കെമിക്കൽ ഇക്വേഷൻ്റെ റിയാക്റ്റൻ്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും തങ്ങളിൽ കമ്പയർ ചെയ്തിട്ടാണ് ഓക്സിഡേഷൻ നമ്പർ കൂടിയോ കുറഞ്ഞോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഹൈഡ്രജൻ ക്ലോറൈഡ് രൂപീകരണത്തിൽ ഓക്സീകരണം സംഭവിച്ചത് ഏത് ആറ്റത്തിനാണ്? അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് +1 ചാർജായിട്ട് മാറിയത് ഹൈഡ്രജൻ ആണ് അല്ലേ. അവിടെ ഓക്സിഡേഷൻ നമ്പർ 1 കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഓക്സീകരണം സംഭവിച്ചത് ഹൈഡ്രജൻ ആണ്. ഈ പ്രവർത്തനത്തിലെ നിരോക്സീകാരി ആരാണ്? നിരോക്സീകാരി റെഡ്യൂസിങ് ഏജൻറ്റ്, അതായത് ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആറ്റം, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന ആറ്റം ഹൈഡ്രജൻ അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ആണ് ഇവിടെ നിരോക്സീകാരി. ഈ പ്രവർത്തനത്തിൽ നിരോക്സീകരണം സംഭവിച്ചത് ഏത് ആറ്റത്തിനാണ്? നിരോക്സീകരണം സംഭവിച്ചത് ക്ലോറിനാണല്ലേ. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കുറഞ്ഞത്. അപ്പോൾ ക്ലോറിനാണ് നിരോക്സീകരണം സംഭവിച്ചത്. ഇവിടെ ഓക്സീകാരി ഏതാണ്? ക്ലോറിനാണല്ലേ. ഇലക്ട്രോണിനെ സ്വീകരിച്ച ആറ്റത്തിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. റിഡക്ഷൻ സംഭവിച്ച ആറ്റമാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഓക്സീകാരി എന്ന് പറയുന്നത് ക്ലോറിനാണ്. താഴെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനത്തിൽ ഓക്സിഡേഷൻ നമ്പർ പരിശോധിച്ച് ഓക്സീകാരി, നിരോക്സീകാരി എന്നിവ പട്ടികപ്പെടുത്തുക. C+O2 CO2. ഇവിടുത്തെ മൂലകങ്ങളെന്ന് പറയുന്നത് കാർബണും ഓക്സിജനുമാണ്. കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുന്നതിന് മുൻപ് കാർബൺ ഫ്രീ സ്റ്റേറ്റിലാണ്, അതുകൊണ്ട് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. ഓക്സിജൻ ആണെങ്കിലോ O2 ഒരു മൂലക തന്മാത്രയായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പറും 0 ആണ്. കെമിക്കൽ റിയാക്ഷന് ശേഷം ഓക്സിഡേഷൻ നമ്പർ കാർബണിൻ്റെത് +4 ആയിട്ട് കൂടുന്നു, അതായത് 4 ഇലക്ട്രോണുകളെ കാർബൺ വിട്ടുകൊടുക്കുന്നു. ഇനി ഓക്സിജൻ്റെ കേസിൽ കെമിക്കൽ റിയാക്ഷന് ശേഷം ഓക്സിഡേഷൻ നമ്പർ -2 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഒരു ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, O2 ഉണ്ട്, അതിലൊരു ഓക്സിജൻ്റെത് -2 ആയിട്ട് മാറും. 2 എണ്ണത്തിന് ഒരു ഓക്സിജൻ സ്വീകരിക്കും. ഇവിടെ കാർബണിന് ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ് ചെയ്തത് അല്ലേ, +4 ആയിട്ട് ഉയരുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഓക്സീകരണം സംഭവിച്ചത് കാർബണും. ഇനി ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് ഓക്സിജൻ ആണ്, -2. നിരോക്സീകരണം സംഭവിച്ചത് ഓക്സിജനാണ്. ഇവിടുത്തെ ഓക്സീകാരി ആരാണ്? ഇലക്ട്രോണിനെ സ്വീകരിച്ച ആറ്റം ഏതാണ്? ഓക്സിജനാണ് ഓക്സീകാരി. അപ്പോൾ നിരോക്സീകാരി കാർബൺ ആണ് അല്ലേ. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തതാണ് നിരോക്സീകാരി അഥവാ റെഡ്യൂസിങ് ഏജൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനത്തിൽ ഓക്സിഡേഷൻ നമ്പർ പരിശോധിച്ച് ഓക്സീകാരി, നിരോക്സീകാരി എന്നിവ കണ്ടെത്തുക. 2Na + Cl2 gives 2NaCl. സോഡിയത്തിൻ്റെത് +1 ആണ് ഓക്സിഡേഷൻ നമ്പർ, ക്ലോറിൻ്റെത് -1 ആണ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പർ കൂടിയത് ഏത് ആറ്റത്തിനാണ്? സോഡിയത്തിനാണ്, +1. ഓക്സീകരണം സംഭവിച്ച ആറ്റം ഏതാണ്? സോഡിയം. ഓക്സിഡേഷൻ നമ്പർ കൂടി നിന്നാൽ അത് ഓക്സിഡേഷൻ ആണല്ലേ. ഇനി ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് ഏത് ആറ്റത്തിനാണ്? ക്ലോറിനാണ്, -1 ആണ് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ നിരോക്സീകരണം സംഭവിച്ച ആറ്റം ക്ലോറിനാണ്.
അപ്പോൾ ഓക്സികാരി ഓക്സിഡൈസിങ് ഏജൻറ്റ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന ആറ്റം ക്ലോറിൻ ആണ് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നത്, അതുകൊണ്ട് ഓക്സികാരി ക്ലോറിൻ. ഇനി നിരോക്സികാരി റെഡ്യൂസിങ് ഏജൻറ്റ് ഓക്സിഡേഷൻ സംഭവിക്കുന്ന ആറ്റമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്, അതായത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്. ഇവിടെ സോഡിയമാണ് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത്, അതുകൊണ്ട് നിരോക്സികാരി സോഡിയമാണ് Na. ഇനി നമുക്ക് മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ നോക്കാം. Zn plus 2HCl gives ZnCl2 plus H2. ഇവിടെ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, ഹൈഡ്രജൻ്റെത് +1, ക്ലോറിൻ്റെത് -1. അതുപോലെ റിയാക്ഷന് ശേഷം പ്രോഡക്റ്റ് സൈഡിൽ സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2ഉം ക്ലോറിൻ്റെത് -1ഉം ഹൈഡ്രജൻ്റെത് 0ഉം ആണ്. അപ്പോൾ ഇക്വേഷൻ്റെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിലെയും പ്രോഡക്റ്റിൻ്റെ സൈഡിലെയും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്ന് +2ലേക്ക് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ സിങ്ക് ഫ്രീ ആയിട്ടാണ് കാണപ്പെടുന്നത്, കമ്പൈൻഡ് ഫോമിലല്ല, ഫ്രീ സ്റ്റേറ്റിലാണ്. അതുകൊണ്ടാണ് സിങ്കിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയത്. ഓക്സീകരണം സംഭവിച്ച ആറ്റം സിങ്ക് ആണ്. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1ൽ നിന്ന് 0യിലേക്ക് കുറയുകയാണ് ചെയ്യുന്നത്. നിരോക്സീകരണം സംഭവിച്ച ആറ്റം ഹൈഡ്രജൻ ആണ്. ഇവിടെ ഓക്സികാരി HClഉം നിരോക്സികാരി സിങ്കും ആണ്. ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് പറയുമ്പോൾ HCl എന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ ഫുൾ കോമ്പൗണ്ട് ആയിട്ട് തന്നെ നമ്മൾ പറയണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. താങ്ക്